എനിക്ക് ദേഷ്യമാണ്. മമ്മൂടെ കിട്ടെങ്കിൽ അണ്ടറേയും കൊടുക്കാനായിക്കൂല. അതേപോലത്തെ ക്രൂരൻ, എന്ത് ക്രൂര കഥാപാത്രമാണ്. സിനിമയുടെ റിവ്യൂ എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് മക്കളെ റിവ്യൂ. ഈ ചേട്ടൻ ആരാണെന്നൊന്നും അറിയില്ല. കളങ്കാവൽ സിനിമ കണ്ടിറങ്ങിയിട്ട് ഓൺലൈൻ ചാനലുകാരുടെ ചോദ്യത്തിന് മറുപടിയായിട്ട് സിനിമയെ കുറിച്ചൊന്ന് പറഞ്ഞതാ. എന്റെ പൊന്നെ, ഈ ചേട്ടൻ ഇപ്പൊ വൈറല കേട്ടോ. നിങ്ങളൊന്ന് കേട്ടു നോക്കും. ഒരു ഒന്നൊന്നര റിവ്യൂ എന്ന് വേണം പറയാൻ. കേട്ടു നോക്കും. പടം ഒന്നും പറയണ്ട, പൊളിച്ചടിക്ക്. ഇങ്ങനത്തെ സൈക്കോലാൻ കണ്ട പിച്ചക്കാരെ പോലും വെറുതെ വിടുന്നില്ല. ഈ പടത്തിൽ മമ്മൂടെ സൈക്കോ ഒന്നും സഹിക്കും. ഒരു ഇൻട്രോൾ പഞ്ചുണ്ട്, നമ്മൾ രോമണിച്ചിരിക്കും. ക്ലൈമാക്സൊക്കെ പൊളിച്ചടിക്കേട്ടാ. ആരും അഭിനയിക്കും അപ്പൊ ഇങ്ങനെ ഇതേപോലെ റോള്? ഇപ്പോഴത്തെ നടമാട്ടം പറയും, ഇങ്ങനെ ഒന്ന് അഭിനയിക്കാൻ പറ. ഇത്ര സ്റ്റാർ വാല്യൂ ഇരിക്കുന്ന ആള് ഇതേപോലത്തെ കഥാപാത്രങ്ങൾ ചെയ്യുന്ന വിനായകനും ഒന്നും പറയണ്ട. രണ്ടും മരണമാസം അടിപൊളി. ആരും ചെയ്തില്ല ഇങ്ങനെ റോള്. ആരെങ്കിലും ചെയ്യാൻ പറയാം. പകുതി മീശം പഠിച്ച റോട്ടേക്ക് റോഡാം. ഇങ്ങനത്തെ റോള് ആരെങ്കിലും ചെയ്യാൻ പറ. ഈ പ്രായത്തിൽ 73 വയസ്സിൽ ഇങ്ങനത്തെ റോള് ചെയ്യാൻ പറ. ഇത്രയും മീശയും പഠിച്ചോളാം ഞാൻ. ഓർത്തും ചെയ്യത്തില്ല, എല്ലാവരും കുട്ടികളുള്ള അഭിനയം മാത്രമേ ഉള്ളൂ. ഇങ്ങനെ അനങ്ങാതെ മസിലും പിടിച്ച് ഇങ്ങനെയൊക്കെ അഭിനയിക്കണ്ട. കണ്ടില്ലേ വിനായകൻ നായനാട് മമ്മൂട്ടി വില്ലൻ. അത് എന്ത് വില്ലൻ? സൈക്കോ. പിച്ചക്കാരെ പോലെ ആള് വെറുതെ വിടുന്നില്ല. അണ്ടരോട് സാധാരണ എനിക്ക് ദേഷ്യമാണ്. മമ്മൂടെ കിട്ടെങ്കിൽ അണ്ടറേയും കൊടുക്കാനായിക്കൂല. അതേപോലത്തെ ക്രൂരൻ, എന്ത് ക്രൂര കഥാപാത്രമാണ്. മലയാളത്തിൽ ഇങ്ങനെ വന്നിട്ടാണ്. ഇത്ര ക്രൂരമായിട്ട് പടം മലയാളത്തിൽ ആരും ചെയ്തിട്ടില്ല, വന്നിട്ടുമില്ല ആരും. മുമ്പ് ടീച്ചറെ പാലം ഞാനൊക്കെ ചെയ്യുന്ന പറയും. അവരൊന്നും ഒന്നുമില്ല. കണ്ട് ഇപ്പോഴത്തെ പിള്ളേരെ കണ്ട് പഠിക്കാൻ പറ. ഇനി ഞാൻ 2, 3 കാണുമെന്ന്. നമുക്കല്ലാതെ മറ്റാരും ഒരു പക്ഷേ ഈ ഒരു എന്താ പറയുക കഥാപാത്രം ഒരു പക്ഷേ എടുക്കത്തില്ലായിരിക്കും. എന്തായാലും സിനിമ ഗംഭീരമായിട്ട് വിജയകരമായിട്ട് പ്രദർശനം തുടരുകയാണ്. മികച്ച പ്രേക്ഷക പ്രതികരണമാണ് ഇതിനോടകം നേടിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കളക്ഷനും പറയേണ്ട കാര്യമില്ലല്ലോ. ആദ്യത്തെ ദിവസം 15 കോടിയാണെങ്കിൽ രണ്ടാമത്തെ ദിവസം അത് 30 കോടിക്ക് കണ്ട് മേളിൽ പോയി. എന്തായാലും ഒരു ചരിത്രം സൃഷ്ടിക്കുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.